സുഹൃത്തുക്കളെ, ഷെരീഫാണ് വിത്ത് പം ഷെരീഫ് വ്ലോഗ്സ്. നമ്മളിപ്പോൾ ഉള്ളത് ലുസൈലിലാണ്. ലുസൈലിലെ ഒരു പള്ളിയിൽ. ഈ പള്ളി എത്ര കാലം പഴക്കമുണ്ടെന്ന് നമുക്കറിയില്ല, എങ്കിലും നമുക്ക് നോക്കാം. ഈ പള്ളിയുടെ പേര് മോസ്ക് 27 എന്നാണ്. നമുക്ക് അകത്ത് കയറി വിശേഷങ്ങൾ കാണാം. നമുക്കിനി പള്ളിക്ക് ഉൾവശം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ കയറിയപ്പോൾ മെയിൻ പള്ളിക്ക് പുറത്തായിട്ട് മറ്റൊരു ചെറിയ പള്ളി, അതായത് അകത്ത് ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമസ്കരിക്കാൻ പറ്റുന്ന സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഒരു പള്ളിയാണ്. വലിയ പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു ഹോളാണ്. നല്ലൊരു ക്വാണ്ടിറ്റി ആളുകൾക്ക് ഒന്നിച്ച് നിന്ന് നമസ്കരിക്കാൻ പറ്റിയതാണ്. പള്ളിയുടെ ഉൾവശം വളരെ വിശാലമായൊരു ഹോളാണ്. അതിൻ്റെ റൂഫിൽ ചെയ്തിട്ടുള്ള ലൈറ്റ് വർക്കുകളുമൊക്കെ തന്നെ നല്ല കോൺസെപ്റ്റോട് കൂടി ചെയ്തിരിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും, ചുമരിൽ വെച്ചിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളും, തറയിലേക്ക് അടിക്കുന്ന ലൈറ്റുകളും ഒക്കെ വളരെ കോൺസെപ്റ്റോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് കണ്ടാൽ മനസ്സിലാകും. കാർപ്പറ്റുമൊക്കെ ആ കളർ മാച്ചിങ്ങിനോട് കൂടി തന്നെയാണ് കാർപ്പറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ല വൃത്തിയുള്ള കാർപ്പറ്റ്, അതുപോലെ നല്ല ആ ടിഷ്യൂ ബോക്സും ഖുർആൻ വെച്ചിരിക്കുന്ന പലകയും ഒക്കെ വളരെ കൃത്യമായി ഒരു അഴകോടുകൂടി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഇമാമ നിന്ന് നമസ്കരിക്കുന്ന സ്ഥലത്ത് മിഹ്റാബിൽ അവിടെ അള്ളാഹുവിൻ്റെ വിശേഷണ നാമങ്ങൾ കൊണ്ട് വളരെ ഭംഗിയായി ആർട്ട് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. കാലിഗ്രഫിയിലാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. മുസാഫർ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമാണിത്. നമുക്ക് വീണ്ടും പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഹാങ്ങിങ് ലൈറ്റ് വളരെ ഭംഗിയായ രീതിയിൽ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നടുമുറ്റത്ത് എത്തിയിട്ടുണ്ട്. നടുമുറ്റത്ത് ഒരു പ്രത്യേക ഒരു വാട്ടർഫോൾ എന്ന് പറയാമോ അതോ വാട്ടർ ഫൗണ്ടൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു വെള്ളത്തിൻ്റെ ഒരു തീമാണ് ചെയ്തിരിക്കുന്നത്. വെള്ളം ഒഴുകി വരുന്നതും കിളികളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ഈ ചെയ്തിരിക്കുന്നത്. കിളികൾക്കൊക്കെ കുടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ പള്ളിയോടനുബന്ധിച്ച് തന്നെ കിളികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ വെള്ളത്തിൻ്റെ ചില സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാഴ്ചക്കാർക്ക് നല്ല ഭംഗിയായിട്ട് കാണുകയും ചെയ്യാം. അതുപോലെ ചില പക്ഷിലതാദികൾക്ക് അത് ദാഹനീരായി ഉപയോഗിക്കുകയും ചെയ്യാം. സന്ധ്യ കഴിഞ്ഞപ്പോഴുള്ള പള്ളിയുടെ ലുക്കാണ് ഈ കാണുന്നത്. കാലിഗ്രാഫിയൊക്കെ വളരെ വർണ്ണവിസ്മയത്തോടുകൂടി തെളിഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ വളരെ ആകർഷണീയമായി തന്നെ നിലനിർത്തിയിട്ടുണ്ട്.